ഇത് തൃശൂർ ജില്ലയിലെ മാടക്കത്തറ എന്നൊരു മനോഹരമായ ഗ്രാമമാണ്. ഇവിടെ അതിഥി തൊഴിലാളികളായിട്ട് വന്നിരിക്കുന്നത് നമുക്കറിയാവുന്ന 3 സൂപ്പർ ഹീറോസാണ്. സ്പൈഡർമാൻ്റെ ചായകടയാണ് അതിൽ ഒരു പ്രത്യേകതയും. ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത്. നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ ചായകട. കഴിഞ്ഞ ആഴ്ചയാണ് അവൻ ഇവിടെ ഒരു ജോലി തരുമെന്ന് ചോദിച്ചിട്ട് ഇവിടെ വന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, പഠിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു വട്ടമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. ഇവൻ്റെ ചായ നല്ല ചായയാണ്, നല്ല ടേസ്റ്റാണ് ഇവൻ്റെ ചായ. എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പക്ഷെ അവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ വല ഇങ്ങനെ ഇടയ്ക്ക് വരും കൈൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഗ്ലാസ് ഇടയ്ക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ പൊട്ടും. അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വരുന്നത്. ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് സ്പൈഡർമാൻ. സ്പൈഡർമാൻ്റെ ചായ കുടിക്കാൻ പല നാടുകളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. മഴ, ചായ, സിഗരറ്റ്. അടുത്തത് നമുക്ക് ശശി കോൺട്രാക്ടറുടെ സൈറ്റിൽ പോകാം. അവിടെയാണ് ഹൾക്ക് പണി ചെയ്യുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. കഴിഞ്ഞ ആഴ്ചയാണ് ഇവൻ പണിക്കായിട്ട് വന്നത്. അപ്പോൾ തന്നെ അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല പണിയെടുക്കുന്നതാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞാൽ അവന് ഒരു വലിയ ഒരു ഗ്ലാസ് കട്ടൻ ചായ വേണം. അത് മാത്രം ആ ഒരു പ്രശ്നമുള്ളൂ. നമുക്കുണ്ടിനാ സൈറ്റുണ്ടല്ലോ, സൈറ്റിൽ പണിയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. അടുത്തത് സൂപ്പർമാന്റെ ഒരു കാളയോട്ടമാണ്. ഓട്ടോറിക്ഷയിൽ പറക്കുകയാണ്. ഒന്ന് വേഗം മോനെ, വീട്ടിൽ ചെന്നിട്ട് വേണം കറികളൊക്കെ വെക്കാനായിട്ട്. നമസ്കാരമുണ്ട്, സൂപ്പർമോനാണ്. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഭയങ്കര മഴ പോലില്ല പോലെ. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജെക്തി ഉണങ്ങാൻ ഭയങ്കര പാടാ. പിന്നെ രാത്രി കഴിഞ്ഞാൽ കുട്ടിയന്മാർ വാട്ടർ ഷെയ്ഡ് കയറിയിട്ട് അതിനെ തലയം അടിച്ചു വിടും. പിന്നെ അവർ കാശൊന്നും മരിക്ക് തരില്ല. അപ്പം എൻ്റെ ഈ വിഷമമൊക്കെ മുഖ്യമന്ത്രി ഒന്ന് കണ്ടിട്ട് ഇതിലെന്തെങ്കിലും പരിഹാരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നാട്ടുകാർ വളരെ കഷ്ടപ്പെടുകയാണ്. ഈ 3 പേരുടെയും വരവോടെ നാട്ടിൽ പണികൾ കുറഞ്ഞു. എല്ലാ പണികളും ഇവർ ചെയ്യുകയാണ്. ഇങ്ങനെ പോയാൽ നാട്ടുകാർ പട്ടിണിയിലാകും. മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇവരുടെ ദുരിതത്തിന് മുഖ്യമന്ത്രി ഉടൻ നടപടിയെടുക്കും എന്ന് അനുമാനിച്ചുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.